നമസ്കാരം. ദേവസൈന്യയിലേക്കും ക്ഷേത്ര ഐതിഹ്യത്തിൻ്റെ പുതിയൊരു പങ്ക്തിയിലേക്കും ഏവർക്കും സ്വാഗതം. ഇന്ന് ചിനക്കത്തൂർ പൂരം. വളരെ പ്രസിദ്ധമായ ഈ ഒരു പൂരത്തെക്കുറിച്ചുള്ള ഐതിഹ്യവും അതിൻ്റെ സവിശേഷതകളുമാണ് ഇന്നത്തെ പങ്ക്തിയിൽ. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്തുള്ള പാലപ്പുറം ശ്രീ ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം. ചിനക്കത്തൂർ എന്ന പേര് വന്നതിനെക്കുറിച്ച് പ്രചാരത്തിലുള്ള പ്രധാന ഐതിഹ്യം ചിനക്കിയെടുത്ത ഊര് എന്ന സങ്കല്പമാണ്. പണ്ട് ഒരു ചെറുമി പുല്ല് ചെത്തിക്കൊണ്ടിരിക്കുമ്പോൾ കല്ലിൽ അരിവാൾ മിനുക്കിയെന്നും അപ്പോൾ ആ കല്ലിൽ നിന്നും രക്തം വരാൻ തുടങ്ങിയെന്നുമാണ് വിശ്വാസം. പരിഭ്രാന്തരായ അവർ വീട്ടുകാരെ വിവരമറിയിക്കുകയും തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിൽ അവിടെ ദേവീ ചൈതന്യമുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഈ ശിലയുടെ ആഴമറിയാനായി ചുറ്റും മണ്ണ് നീക്കം ചെയ്ത് അല്ലെങ്കിൽ ചിനക്കി നോക്കിയെങ്കിലും അടിഭാഗം കണ്ടെത്താനായില്ല. അങ്ങനെ ചിനക്കിയെടുത്ത ഊര് ലോപിച്ചാണ് ചിനക്കത്തൂർ എന്ന പേരുണ്ടായതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിൽ രണ്ട് പ്രധാന കാവുകളുണ്ട്, മേലേക്കാവും താഴേക്കാവും. അതിൽ മേലേക്കാവിനാണ് പഴക്കം കൂടുതൽ എന്ന് കരുതപ്പെടുന്നു. താഴത്തെ ക്ഷേത്രത്തിൽ നമ്പൂതിരിമാരും മേലത്തെ ക്ഷേത്രത്തിൽ നായന്മാരുമാണ് പാരമ്പര്യമായി പൂജകൾ നടത്തുന്നത്. താഴത്തെ ക്ഷേത്രം ആര്യവത്കരിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ പ്രതിഷേധ സൂചകമായാണ് മേലേക്കാവിൽ പുതിയ പ്രതിഷ്ഠ ഉണ്ടായതെന്ന മറ്റൊരു വാദവും നിലവിലുണ്ട്. പൂരത്തിന് 16 മരക്കുതിരകളെ എഴുന്നള്ളിക്കുന്നത് പ്രധാന ആചാരമാണ്. പണ്ട് ദേവീപ്രീതികരമായ രീതിയിൽ കളി കഴിപ്പിക്കാൻ 16 മരക്കുതിരകളെ ഏർപ്പാടാക്കിയതാണ് ഇതിനു പിന്നിലെ ഐതിഹ്യമായി പറയപ്പെടുന്നത്. എല്ലാ വർഷവും കുംഭമാസത്തിലെ മകം നക്ഷത്രത്തിലാണ് ചിനക്കത്തൂർ പൂരം ആഘോഷിക്കുന്നത്. 27ഓളം ആനകളുടെ നിരയും കുതിരകളി, കാളകളി, തോൽപ്പാവക്കൂത്ത് എന്നിവ പൂരത്തിന്റെ പ്രധാന ആകർഷകങ്ങളാണ്. പൂരത്തിനു മുന്നോടിയായി 17 ദിവസത്തോളം കൂത്തുമാടത്തിൽ കമ്പരാമായണം കഥ തോൽപ്പാവക്കൂത്തിലൂടെ അവതരിപ്പിക്കുന്നു. കുതിരകളി ചിനക്കത്തൂർ പൂരത്തിന്റെ അടയാളമായി വിശേഷിക്കപ്പെടുന്ന ഒന്നാണ് കുതിരകളി. വൈക്കോലും മുളയും തുണിയും ഉപയോഗിച്ചാണ് ഭീമാകാരമായ കുതിരക്കോലങ്ങൾ നിർമ്മിക്കുന്നത്. ഇതിന്റെ തല മരത്തിൽ കൊത്തിയെടുത്തതാണ്. പൂരത്തിന് 16 കുതിരക്കോലങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നത്. പൂരത്തിന് മുന്നോടിയായി കുതിരകൾക്ക് തലവെക്കുന്ന കുതിരയ്ക്ക് തലവെക്കൽ എന്ന പ്രത്യേക ചടങ്ങുണ്ട്. ആദ്യം പടിഞ്ഞാറൻ ചേരിയിലെ പണ്ടാര കുതിരയ്ക്ക് തലവെച്ച ശേഷമാണ് മറ്റ് ദേശങ്ങളിലെ കുതിരകൾക്ക് തലവെക്കുന്നത്. ഈ കുതിരക്കോലങ്ങൾ സാമൂതിരി രാജാവിന്റെ സൈനികരെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. 18ാം നൂറ്റാണ്ടിൽ സാമൂതിരിയാണ് ഈ ഉത്സവത്തിന് തുടക്കം കുറിച്ചതെന്നാണ് ഐതിഹ്യം. കുതിരക്കോലങ്ങളെ തോളിലേറ്റി ഉയരത്തിൽ ഉയർത്തിയും കറക്കിയും നടത്തുന്ന പ്രകടനം കാണികൾക്ക് ആവേശകരമായ കാഴ്ചയാണ്. ആനപ്പൂരം. പൂരദിവസം വൈകുന്നേരം 27 മുതൽ 33 വരെ ഗജവീരന്മാർ അണിനിരക്കുന്ന പ്രൗഢഗംഭീരമായ ആനയെഴുന്നള്ളത്ത് നടക്കുന്നു. പഞ്ചവാദ്യത്തിന്റെയും പാണ്ടിമേളത്തിന്റെയും അകമ്പടിയോടുകൂടിയാണിത് നടക്കുന്നത്. തോൽപ്പാവക്കൂത്ത്. പൂരത്തിന് മുന്നോടിയായി 17 ദിവസങ്ങളോളം ക്ഷേത്രത്തിലെ കൂത്തുമാടത്തിൽ തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കുന്നു. കമ്പരാമായണത്തിലെ കഥയാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. അടുത്തത് കാളകളി. 8 കാളക്കോലങ്ങളെ പൂരദിവസം ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങാണ് ഇത്. പറയെടുപ്പ്. പൂരം കൊടിയേറ്റത്തിന് ശേഷം ദേവിയുടെ പ്രതിപുരുഷനായ വെളിച്ചപ്പാട് വീടുകൾ സന്ദർശിച്ച് പറ സ്വീകരിക്കുന്ന ചടങ്ങാണ് പറയെടുപ്പ്. നന്ദി, നമസ്കാരം.